നമസ്കാരം. സെലസ്ട്രിയൽ ജി കെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ജി കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ദൈർഘ്യം കൂടിയതുമായ സെക്ഷൻ ബഡ്ജറ്റ് സെക്ഷൻ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ആൽപ്സ് പർവ്വതനിരയിൽ ഏറ്റവും ഉയരമുള്ള ഭാഗം മോണ്ട് ബ്ലാങ്ക്. ഏത് നൂറ്റാണ്ടിലാണ് താജ്മഹൽ നിർമ്മിച്ചത്? 17-ാം നൂറ്റാണ്ടിൽ. രാഷ്ട്രപതി സ്ഥാനം വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായത് ജസ്റ്റിസ് എം ഹിദായത്തുള്ള. ഇന്ത്യയിലെ രണ്ടാമത്തെ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെൻറ്റർ ISRO എവിടെയാണ് സ്ഥാപിച്ചത്? അയോധ്യ നഗർ. ബ്ലാക്ക് ബോക്സ് അഥവാ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൻ്റെ നിറം ഓറഞ്ച്. ഏതിൻ്റെയെല്ലാം സംയുക്തമാണ് അമോണിയ? നൈട്രജൻ, ഹൈഡ്രജൻ. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സുൽത്താനേറ്റ് വംശം തുഗ്ലക് വംശം, 1320 to 1412 വരെ. ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റ് പദം വഹിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. സുഗന്ധദ്രവ്യങ്ങളുടെ റാണി അത്തർ. രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ശവം നാറി. എന്താണ് തെലുങ്ക് ഗംഗ പ്രൊജക്റ്റ്? കൃഷ്ണ നദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിൽ ജലമെത്തിക്കാനുള്ള പദ്ധതി. മാമാങ്കവേദിയായിരുന്ന തിരുനാവായ ഏതു നദിയുടെ തീരത്തായിരുന്നു? ഭാരതപ്പുഴ. കുലശേഖരന്മാരുടെ ആസ്ഥാനമായിരുന്നത് മഹോദയപുരം. എന്തിൻ്റെ ആവരണമാണ് പ്ലൂറ? ശ്വാസകോശം. അന്ത്യോദയ പദ്ധതിയുടെ ലക്ഷ്യം ഏറ്റവും പാവപ്പെട്ടവരുടെ ഉന്നമനം. അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച തീയതി 1776 ജൂലൈ 4. വിയറ്റ്നാം യുദ്ധം അവസാനിച്ച വർഷം 1973. വിജയനഗരത്തിലെ ഏത് വംശത്തിലാണ് കൃഷ്ണദേവരായർ ജനിച്ചത്? തുലുവ വംശം. മൂലൂർ സ്മാരകം എവിടെയാണ്? ഇലുവംതിട്ട. ഔറംഗസീബിനെ നശിപ്പിച്ച ഡക്കാൻ അൾസർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മറാത്തർ. ആഫ്രിക്കൻ വൻകരയിലെ പ്രഥമ വനിതാ പ്രസിഡന്റ് എലൻ ജോൺസൺ സർലിഫ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കർ. 3 വശവും അയൽരാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. 3 ഭരണഘടകങ്ങളുടെ ആസ്ഥാനമായ ഏക ഇന്ത്യൻ നഗരം ചണ്ഡീഗഡ്. ഔറംഗസേബിൻ്റെ പിൻഗാമിയായ മുവാസം രാജകുമാരൻ ഏതു പേരിലാണ് സിംഹാസനാരോഹണം നടത്തിയത്? ബഹദൂർ ഷാ ഒന്നാമൻ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. ഏറ്റവും നീളം കൂടിയ ദേശീയഗാനമുള്ള രാജ്യം ഗ്രീസ്. ഏതു രാജാവിൻ്റെ കാലത്താണ് ബുദ്ധമതം നേപ്പാളിൽ പ്രചരിച്ചത്? അശോകൻ. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി മൊറാർജി ദേശായി. ഏറ്റവും സാധാരണമായ വൈറസ് രോഗം ജലദോഷം. ഖജുരാഹോ ക്ഷേത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള സംസ്ഥാന തലസ്ഥാനം 2205 മീറ്റർ. ഉത്തരം ഷിംല. ഏത് വിഷയത്തിലെ നൊബേൽ സമ്മാനമാണ് സംഘടനകൾക്കും ലഭിക്കാൻ അർഹതയുള്ളത്? സമാധാനം.
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരി. സാക്ഷരതയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. കഥ സരിത് സാഗരം രചിച്ചത് സോമദേവൻ. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രനഗരം കൊൽക്കത്ത. കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ഇന്ത്യയിൽ ആദ്യമായി 4 വരി എക്സ്പ്രസ് വേ നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്ത്. വനം പരിസ്ഥിതി പ്രശ്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാൻ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കൽക്കത്ത. രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം തിരുവഞ്ചിക്കുളം. ഭൂമിയുടെ ധ്രുവീയ വ്യാസവും ഇക്വറ്റോറിയൽ വ്യാസവും തമ്മിലുള്ള വ്യത്യാസം 41 കിലോമീറ്റർ. ഇംഗ്ലീഷ് കാൽപ്പനിക കവിതയിലെ കുയിലെന്നറിയപ്പെട്ടത് PB ഷെല്ലി. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമുള്ള വസ്തു ചന്ദ്രൻ. ഗണിതശാസ്ത്രത്തിലെ ഗ്രാഫ് സമ്പ്രദായം കണ്ടുപിടിച്ചതാര്? റെനെ ദെക്കാർത്തെ. സംഘകാല കൃതികളിലെ ആദ്യ ഗ്രന്ഥം തോൽക്കാപ്പിയം. സിരി നഗരം സ്ഥാപിച്ചത് അലാവുദ്ദീൻ ഖിൽജി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.